യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 18-ാം ദിവസം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം, നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന യേശുവിനെ നാം സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യക്തിപരമായ ക്രിസ്മസ് സംഭവിക്കുന്നത്. യേശു ഈ ലോകത്തിലേക്ക് വന്നു, അത് യേശുവിൻ്റെ വശത്തു നിന്ന് യേശു ചെയ്ത കാര്യം. ആ യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, അവിടുന്ന് തൻ്റെ സ്വന്തം ജനങ്ങളുടെ അടുത്തേക്ക് വന്നു, എന്നാൽ സ്വന്തം ജനങ്ങൾ അവിടുത്തെ സ്വീകരിച്ചില്ല. 12-ാമത്തെ വചനം പറയുന്നു, എന്നാൽ അവനെ സ്വീകരിച്ചവർക്ക്, അവനിൽ വിശ്വസിച്ചവർക്ക് അവൻ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോൾ യേശുവിനെ സ്വീകരിച്ചവർക്കാണ് ആശീർവാദം ലഭിച്ചത്. യേശുവിനെ സ്വീകരിച്ചവർക്കാണ് ദൈവമക്കളാകാൻ സാധിച്ചത്. യേശു വന്നതുകൊണ്ട് മാത്രം ക്രിസ്മസ് ആകുന്നില്ല. യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്മസ് സംഭവിക്കുന്നത്. 3 രാജാക്കന്മാർ യേശു ജനിച്ച വിവരമറിഞ്ഞ് യേശുവിനെ വന്ന് ആരാധിച്ചു. അതുപോലെ ആട്ടിടയന്മാർ യേശു ജനിച്ച വിവരമറിഞ്ഞ് യേശുവിനെ ആരാധിച്ചു. അവരെല്ലാവരും വലിയ സന്തോഷത്തോടെ തിരിച്ചുപോയി. അവരുടെ ജീവിതത്തിൽ ക്രിസ്മസ് സംഭവിച്ചു. ഈ ക്രിസ്മസ് സന്ദർഭത്തിൽ യഥാർത്ഥ ക്രിസ്മസ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മെ തേടി വന്ന യേശുവിനെ സ്വീകരിച്ച് ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥലം നൽകി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്മസ് സംഭവിക്കുന്ന രീതിയിൽ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.